ഹലോ ഗുഡ് ആൻഡ് ടാഗ്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു കണ്ടീഷനിൽ ഞാൻ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ഗോയിത്തെ എക്സാം ബുക്കിംഗ്, അതും ചെന്നൈയിൽ. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇടുന്നത്. കാരണം എത്രയും പെട്ടെന്ന് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നു അത്രയും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുള്ള ഒരു സത്യം എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഈ ഒരു കണ്ടീഷനിലും ഞാൻ വീഡിയോ ചെയ്യുന്നത്. ചെന്നൈ ഗോയിത്തെ എക്സാം സെൻറ്ററിൽ എങ്ങനെ നമുക്ക് ഡേറ്റ് ബുക്ക് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഒരു ഹെവി എഡിറ്റിംഗ് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഈ ഗോയിത്തെ എക്സാം ബുക്ക് ചെയ്യാൻ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൈൻ ഗോയിത്തെ, അതായത് ഓരോ ഗോയിത്തെ സെൻറ്ററിനും ഡിഫറെൻ്റാണ്. ഇപ്പോൾ സബ് സെൻറ്റേഴ്സിന് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറയാം, ചെന്നൈ, ബാംഗ്ലൂർ, ട്രിച്ചി, ഈ 3 സെൻറ്ററുകൾക്കും ഒരൊറ്റ അക്കൗണ്ട് മതി. ഒറ്റ അക്കൗണ്ടിൽ നിന്ന് ഈ ഒരൊറ്റ 3 സെൻറ്ററിലേക്കും നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എന്ന് പറയുന്നത് കൊച്ചി, ട്രിവാൻഡ്രം, അതുപോലെ തന്നെ കൊച്ചി, ട്രിവാൻഡ്രം, കോയമ്പത്തൂർ, ഡൽഹി, പൂനെ, പൂനെ, അതുപോലെ തന്നെ മറ്റേ കൊൽക്കത്ത, ഇതൊക്കെ ഒരൊറ്റ സൈറ്റിൽ നിന്നാണ് പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ചെന്നൈ, ട്രിച്ചി, ബാംഗ്ലൂർ എന്ന ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മൈൻ ഗോയിത്തെ എന്ന്, ഇപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലാത്ത ആൾക്കാർക്കും കൂടെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അക്കൗണ്ട് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും സംഭവം. ബേസിക്കലി ഇതെങ്ങനെ ബുക്ക് ചെയ്യാം, അതുപോലെ തന്നെ എനിക്ക് ഓപ്പണായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ നമുക്ക് കിട്ടും. അപ്പോൾ എന്തായാലും ഞാൻ കാണിച്ചു തരാം. ആവശ്യമുള്ള ഭാഗം കാണുക. മൈൻ ഗോയിത്തെ .de ലോഗിൻ അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇങ്ങനൊരു വെബ്സൈറ്റ് വരും. ഞാൻ ഇപ്പുറത്തെ സൈഡിൽ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ഇടാം. സോ ഫസ്റ്റ് വെബ്സൈറ്റിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ രജിസ്റ്റർ എന്ന് പറഞ്ഞ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ അവിടെ ഒരു ഇമെയിൽ ID കൊടുക്കുക, കൺട്രി കൊടുക്കുക, ഓക്കെ, അങ്ങനെ സംഭവങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ എനിക്ക് എന്തായാലും അക്കൗണ്ട് ഇനി കിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മെയിൽ അഡ്രസ്സ് MJ123, ഓക്കെ, അങ്ങനെ നമ്മൾ രജിസ്റ്റർ ചെയ്തു. ഇനിയിപ്പോൾ ഓക്കെ, ഇനി എന്താ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഏത് മെയിൽ വെച്ചാണോ ചെയ്തത് ആ മെയിലിലേക്ക് ഒരു ലിങ്ക് വരും. ഡയറക്റ്റ് നിങ്ങൾ ആ ഒരു ലിങ്കിലോട്ട് കയറുക. ആ ഒരു ലിങ്കിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ കൊടുത്ത യൂസർ നെയിമും പാസ്വേഡും അവിടെ വീണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ വീണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കവിടെ ലോഗിൻ ആയിട്ടുണ്ടാവും. ഇവിടെ റൈറ്റ് സൈഡിൽ മുകളിൽ 3 ഡോട്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മൈ പ്രൊഫൈൽ എടുക്കുക. ദെൻ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അതിൽ നിക്ക് നെയിം നമ്മളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. നിക്ക് നെയിം നമ്മൾ കൊടുക്കണ്ട. ബാക്കിയെല്ലാം, പേരാണെങ്കിൽ പാസ്പോർട്ടിൽ എന്താണോ കൊടുത്തത് ആ സെയിം പേര്, അതുപോലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ സെയിം എന്താണോ പാസ്പോർട്ടിലുള്ളത് അത് മാത്രം കൊടുക്കുക. ദെൻ സേവ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടുത്തെ ആ ഒരു ചെറിയ പരിപാടി നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഒരു അക്കൗണ്ട് ഇതിൽ കറക്റ്റ് ആക്കിയതിന് ശേഷം ആ മെയിലും പാസ്വേഡും ഓർത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ മൈൻ ഗോയിത്തേലല്ല കയറേണ്ടത്, നേരിട്ട് ഏതാണ് എക്സാം. ഇപ്പോൾ നമ്മൾ ചെന്നൈയിലാണ്. അപ്പോൾ ചെന്നൈ ഗോയിത്തെ സെൻറ്റർ എക്സാം ബുക്കിംഗ് ഇതുവരെ അങ്ങനെ ഇവിടെ ബുക്ക് എന്ന് പറഞ്ഞ് വരും. അതിൽ ബുക്ക് ചെയ്തിട്ട് നേരെ നമുക്ക് ഇത് കൊടുത്ത് കയറാം. സൈറ്റിൽ കയറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നൊക്കെ രജിസ്ട്രേഷൻ ഉണ്ടെന്ന് വ്യക്തമായിട്ട് കാണാം. ആ രജിസ്ട്രേഷൻ ഉള്ള ദിവസം കറക്റ്റ് ഒരു 9:30 കയറുവാണെങ്കിൽ നമുക്കിതുപോലെ ഓപ്പണായി കിട്ടും സൈറ്റ്. അപ്പോൾ ഡേറ്റ് ഇതിപ്പോൾ റൈറ്റിംഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഉള്ളത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ചിലപ്പോൾ എല്ലാ മൊഡ്യൂളും കിട്ടാം. അത് ഡിമാൻഡ് അനുസരിച്ചിട്ടാണ് അത് വരിക. അപ്പോൾ നമ്മുടെ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ ഓപ്പണായി കിട്ടാറില്ല പലർക്കും. അപ്പോൾ അതുകൊണ്ടാണ് പല
ഏജൻസികളെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇതുപോലെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്യാം, ഇതുപോലെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് പല ആൾക്കാരും ഏജൻസീസ് നോക്കുന്നത്. അപ്പോൾ ഇത് എനിക്കെന്തോ ഒരു ലക്കിന് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണ്. പിന്നെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബുക്ക് ചെയ്യണമെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ക്രെഡിറ്റ് കാർഡ് വേണം. നമ്മുടെ തന്നെ വേണമെന്നില്ല, വേറെ ആരുടെയെങ്കിലുമൊക്കെ മതി.